സന്തോഷം കൂടിയാൽ ചിലപ്പോൾ ചിലതൊക്കെ തുറന്ന് പറഞ്ഞു പോകും, ഇല്ലേ? ഈ സന്തോഷം കൂടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പറയാത്ത ചിലതൊക്കെ തുറന്ന് പറഞ്ഞു പോവില്ലേ? അങ്ങനെ ഒരു തുറന്ന പറച്ചിലാണ് അടുത്ത മന്ത്രം. എന്തെങ്കിലുമൊക്കെ അബദ്ധം കൊടുത്തു പോകുന്നു അല്ലേ? അതുകൊണ്ട് ശരിയാണ്. ഏതായാലും യമന് സന്തോഷം അങ്ങോട്ട് കൂടിയിട്ട് സാധാരണഗതിയിൽ പറയാത്ത വർത്തമാനം പറയുകയാണ്. എന്താ അത്? ജാനാമ്യഹം ശേവധിരിത്യനിത്യം നഹ്യധ്രുവൈ പ്രാപ്യതേ ഹി ധ്രുവം തത് തതോ മയാ നാചികേതശ്ചിദോഗ്നി അനിത്യൈർദ്രവ്യൈ പ്രാപ്തവാനസ്മി നിത്യം. ജാനാമ്യഹം ശേവധിരിത്യനിത്യം നഹ്യധ്രുവൈ പ്രാപ്യതേ ഹി ധ്രുവം തത് തതോ മയാ നാചികേതശ്ചിദോഗ്നി അനിത്യൈർദ്രവ്യൈ പ്രാപ്തവാനസ്മി നിത്യം. ഒരു വല്ലാത്ത വാക്കാണത്. എത്രമാത്രം സന്തോഷം എന്നുള്ളതല്ല, സന്തോഷം കൊണ്ട് സാധാരണഗതി പറയാത്ത ചില വർത്തമാനങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോവുക. ജാനാമ്യഹം ശേവധിരിത്തി അനിത്യം. ശേവധിഹി അനിത്യം ഇതി അഹം ജാനാമി. ശേവധി നിധി. ശേവധി നിധി. നിധി പോലെ നമ്മളാൽ അപേക്ഷിക്കപ്പെടുന്നത് കർമ്മഫലം. കർമ്മഫലമാണ് ശേവധി. കർമ്മഫലം എന്ന് ശേവധിക്ക് അർത്ഥമില്ല കേട്ടോ. ശേവധിക്ക് നിധിന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇവിടെ നിധി പോലെ പ്രാർത്ഥിക്കപ്പെടുന്നത് കൊണ്ട് കർമ്മഫലം. കർമ്മഫലം അനിത്യമാണെന്ന് ഞാൻ അറിയുന്നു. വേറൊന്നും കൂടി പറഞ്ഞുതരാം. നഹ്യധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത്. അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് പ്രാപിക്കില്ല കേട്ടോ. അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് പ്രാപിക്കില്ല. തതഹ, എനിക്ക് ആയിട്ട് എന്ത് കാര്യം? തതഹ അനന്തരം മയാ എന്നാൽ നാചികേത അഗ്നിഹി ചിതഃ. നാചികേതാഗ്നി ചയനം ചെയ്യപ്പെട്ടു. എന്നാൽ നാചികേതാഗ്നി ചയനം ചെയ്യപ്പെട്ടു. അനിത്യൈഹി ദ്രവ്യൈഹി പ്രാപ്തവാൻ അസ്മി നിത്യം. അനിത്യദ്രവ്യങ്ങളെ കൊണ്ട് നിത്യമായ പദത്തെ ഞാൻ പ്രാപിച്ചിരിക്കുകയാണ്. ഒരു എന്താ അത്? ഒന്നുകൂടി പറയാം. ശേവധി കർമ്മഫലം അനിത്യമാണെന്ന് ഞാൻ അറിയുന്നു. എനിക്കറിയാം. അറിയാത്ത കുഴപ്പമൊന്നും എനിക്കില്ല. നമ്മൾ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ആരെയും വിലയിരുത്താൻ നമുക്ക് അധികാരമില്ല. എന്നാലും നമുക്ക് ചില കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. രോഗനിർണയത്തിന് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടർ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരാളുണ്ട്. മരിച്ചുപോയി. രോഗം നിർണയിക്കാൻ അദ്ദേഹത്തെ പോലെ നല്ല ഡോക്ടർ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചാർമിനാർ സിഗരറ്റ് ഉണ്ടാവും. ഈ സിഗരറ്റിൽ നിന്ന് അടുത്ത സിഗരറ്റ് കത്തിക്കും, അതിൽ നിന്ന് അടുത്ത സിഗരറ്റ് കത്തിക്കും. മൂപ്പർക്ക് ഒരു ഒറ്റ തീപ്പെട്ടിയേ കൊണ്ടു, ഒറ്റ കൊള്ളിയേ കൊണ്ടു രാവിലെ. അതെ, അതിൽ നിന്ന് അടുത്തത്. ഇത് കെടാനാകുമ്പോൾ അറ്റം വരെ കത്തിക്കും, എന്നിട്ട് കെടാനാകുമ്പോൾ അടുത്തത് കത്തിച്ച് വലിക്കുക, കളയും. കുന്നുപോലെ ഉണ്ടാവും റൂമിൽ കുറ്റി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരുന്ന രോഗികളോട് പുക വലിക്കരുത്,
നിങ്ങൾ പുക വലിക്കരുത് കേട്ടോ, പുക വലിച്ചാൽ നിങ്ങളുടെ കാര്യം പോക്കാ. ഇപ്പോൾ കയറി വന്നാൽ 2 മാസം ജീവിക്കും, പുക വലിച്ചാൽ 1 മാസം കൊണ്ട് പോകും. തുറന്നു പറയും, യാതൊരു മടിയില്ല പറയാം. അപ്പോൾ രോഗി ഡോക്ടറുടെ കൈ ഇങ്ങനെ നോക്കും. വല്ലാത്തൊരവസ്ഥയാണ് അതല്ലേ. അത് തന്നെയാണ് ഇവിടെ. ഈ കർമ്മഫലമൊക്കെ അനിത്യമാണെന്ന് എനിക്കറിയാം, എനിക്കറിയാത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അതിലാണ്ടോ പെട്ടുപോയത്? ഞാൻ യമപദവിയിൽ എത്തിപ്പോയി, എന്ത് ചെയ്യും? അതുകൊണ്ട് നീയെങ്കിലും ഇങ്ങനെ കർമ്മത്തിൽ പെടാണ്ട് രക്ഷപ്പെട്ടോളൂ. ജാനാമ്യഹം ശേവധിരിത്യ അനിത്യം ശേവധിഹി അനിത്യം ഇതി അഹം ജാനാമി. കർമ്മഫലം അനിത്യമാണെന്ന് എനിക്കറിയാം. അധ്രുവൈഹി ധ്രുവം ന പ്രാപ്യതേ. അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് നേടാൻ കഴിയില്ല, ഉറപ്പ്. തന്നെയാണ് പരമമായ വൈരാഗ്യം കേട്ടോ. നാസ്തി അകൃതകൃതേന എന്ന് മുണ്ടകോപനിഷത്തിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ, ഒരു വള്ളി മാറ്റമില്ല. നാസ്തി അകൃതകൃതേന, കൃതമായതിനെ കൊണ്ട് അകൃതമായ മോക്ഷം സാധിക്കില്ല. ഇതിനെ അല്പം കൂടി ഒന്ന് ഒരു തമാശ എന്നോ പരിഹാസമെന്നോ പറയാവുന്ന രീതിയിൽ വേറെ ഉണ്ട്. കുതോയമഗ്നിഹി. മനസ്സിലായില്ല? ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി എന്ന് പറഞ്ഞു. എന്നിട്ടാ ചോദിക്കണത് കുതോയമഗ്നിഹി. അവിടെ സൂര്യൻ പ്രകാശിക്കില്ല, ചന്ദ്രൻ പ്രകാശിക്കില്ല, നക്ഷത്രങ്ങൾ പ്രകാശിക്കില്ല, പിന്നെ ഈ അഗ്നി പ്രകാശിക്കില്ല എന്ന് പറയേണ്ടതുണ്ടോ? പക്ഷെ ഇതൊക്കെ അറിയണം. ഞാൻ ഇതിൽ പെട്ടുപോയി. എനിക്ക് അറിയാത്ത കുഴപ്പമൊന്നുമില്ല, ഇതുകൊണ്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. എന്നാലും എടോ ഞാൻ ഇതിൽ പെട്ടു. അതാണ് ചില തുറന്നു പറച്ചിലെന്ന് പറഞ്ഞത്. അത് ആ സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ മൂർധന്യത്തിൽ പറഞ്ഞതാണ്. അതാണ് പുനരപി തുഷ്ട ആഹ, വീണ്ടും സന്തുഷ്ടനായിട്ട് പറഞ്ഞു. തത്തോ മയാ നാചികേത ചിത അഗ്നി. എന്നാൽ അഗ്നിക്രിയ തന്നെയാണ് ചെയ്യപ്പെട്ടത്. അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അഗ്നിക്രിയ ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് ഞാൻ യമപദേവനായി, ഞാൻ ദൈവമായി, ദേവനായി. നിത്യമായ അമൃതത്വം എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് അനിത്യൈഹി ദ്രവ്യൈഹി. അനിത്യങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ട് ഞാൻ നിത്യമായതിനെ നേടിയിരിക്കുന്നു. അപ്പം ആദ്യം എന്ത് പറഞ്ഞു? അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് നേടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു അനിത്യമായതിനെ കൊണ്ട് ഞാൻ നിത്യമായത് നേടി പറഞ്ഞു. അപ്പം ഈ നിത്യം നിത്യമല്ല, ഒരു 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 താത്കാലികമായ നിത്യത്വമേ ഉള്ളൂ. സാധാരണ മനുഷ്യരുടെ അപേക്ഷയിൽ നിത്യമാണ്. ഈ അമൃതൻ എന്ന് പറയാറില്ലേ ദേവന്മാരെ? അമൃതന്മാരെന്ന് പറയാറുണ്ട്. ദേവന്മാർക്ക് മരണമില്ലേ? ഉണ്ട്. ബ്രഹ്മാവിന് പോലും മരണമുണ്ട്, പിന്നെയല്ലേ? പക്ഷെ നമ്മുടെ അപേക്ഷയിൽ നോക്കിയാൽ വളരെ കാലത്തെ ആയുസ്സുണ്ട്. പക്ഷെ അവരുടെ അപേക്ഷയിൽ അവർക്ക് മരണമുണ്ട്. പക്ഷെ ഓരോരുത്തർക്ക് ഓരോ സീറ്റിലെത്തുമ്പം തോന്നും, നിനക്ക് മരണമില്ല, ഞാൻ എല്ലാ കാലവും ഉണ്ടാവും എന്നൊക്കെ തോന്നും. അതെ. എന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുക എന്ന് കണക്കില്ല. ഓരോരുത്തർ എന്തൊക്കെയാ കാണിക്കുക? ഒരു മന്ത്രി ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ കാണിക്കും? 5 കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങി പോകണം എന്നുള്ളത് ഓർമ്മ ഉണ്ടാവുമോ? അതില്ല. ചിന്തിക്കുക. അതന്നെയാ യമനും പറഞ്ഞത്. അനിത്യങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ട് ഞാൻ നിത്യമായതിനെ പ്രാപിച്ചു. അപ്പം തന്നെ ഉറപ്പല്ലേ നിത്യമല്ലാന്ന്? താൽക്കാലികമായൊരു നിത്യത്വം, യമപദവിയെ ഞാൻ പ്രാപിച്ചിരിക്കുക. നീയെങ്കിലും ഇതിൽ പെട്ടു പോണ്ട. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്ന ആത്മജ്ഞാനം ശരിക്ക് നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളൂ എന്നർത്ഥം. അല്ലേന്ന് ചോദിച്ചാൽ അതെ, ആണോന്ന് ചോദിച്ചാൽ ഒക്കെ പ്രശ്നമാണത്.
ഏ അതല്ലേ വേറെ വിഷയം. അതിന് മറുപടി എന്താ വെച്ചാ, ആഗമവാനായ ആചാര്യനാണ്. ആഗമവാനായ ആചാര്യൻ ഉപദേശിക്കുന്നതിന് അനാദി അനന്തമായ ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട്. താൻ ആ പദത്തിൽ എത്തിയില്ലെങ്കിൽ പോലും താൻ ഉപദേശിക്കുന്നതിൽ ഉറച്ച നിഷ്ഠയുണ്ട്. അതാണ് സമ്പ്രദായത്തിൻ്റെ മഹത്വം. അതാണ് സ്വയംഭൂനില്ലാത്തത്. സമ്പ്രദായത്തിൻ്റെ മഹത്വം അതാണ്. അത് ശ്രീരാമകൃഷ്ണദേവൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിന്റെ ഗുരുനാഥനെ നീ അത്ര അനുകൂലമല്ലാത്ത രീതിയിൽ കണ്ടാലും അദ്ദേഹം ഉപദേശിച്ച ജ്ഞാനത്തിൽ നിനക്ക് സംശയത്തിൻ്റെ ആവശ്യം ഇല്ല. ഗുരുനാഥനെ ഷാപ്പിലാണ് കാണുന്നത്, പക്ഷെ അദ്ദേഹം ഉപദേശിച്ച ജ്ഞാനത്തിൽ നിനക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം അത് അനാദിയായിരിക്കുന്ന പരമ്പരാപ്രാപ്തമായി, അത് അയാൾക്ക് നേടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അയാൾക്ക് അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ദോഷം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ലോണം കേട്ടോളൂ എന്ന് യമൻ പറയുകയാണ്. എനിക്കത് എത്താനായിട്ടില്ല, തുറന്നു പറയണം. അതൊന്നും എനിക്ക് എത്താനായിട്ടില്ല. ഞാനിപ്പോഴും ഈ യമനായിട്ട് ഡ്യൂട്ടി ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടാ. അതെ, വഴി കാണിച്ചു തരാം. വഴി ഞാൻ കാണിച്ചു തരുന്നത് കറക്റ്റാണ്. കാരണം അനാദി അനന്തമായ ആചാര്യ പരമ്പരയുടെ ഉപദേശമാണ്. പിന്നെ എന്തിനാ സംശയിക്കണത്? അത് നമ്മൾ നോക്കണ്ടെന്നേ. ഗുരവോന മീമാംസ്യാഹാന്ന് നിയമമുണ്ട്, ചാണക്യൻ്റെ നിയമമാണ്. ഗുരവോ ന മീമാംസ്യാഹ. ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ തൂക്കാനും അളക്കാനും പോണ്ട. അവിടെ സ്വന്തം അനുഭവത്തിൽ ഇല്ലല്ലോ എന്നാണ്. സ്വന്തം അനുഭവത്തിൽ ഇല്ലെങ്കിലും തൻ്റെ വാക്കിന് ദൃഢത വരുന്ന കാരണമാണ് ഗുരുനാഥൻ്റെ ഉപദേശം. ആ ഗുരുനാഥൻ്റെ അനുഭൂതി സമ്പന്നത അറിഞ്ഞവനാണ് ഞാൻ. അതാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്. അതെ 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 അതൊരു വിഷയമാണ്. ഉണ്ടല്ലോ. ഇങ്ങനെയായിരിക്കണം എന്നല്ലേ എന്താ കഥ? ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനുമായ ആചാര്യൻ ആയിരിക്കണം. അങ്ങനെയുള്ള ആചാര്യൻ്റെ എന്ന് കേട്ടാൽ ഉറച്ചു. അതെ അതെ അത് വരികൾക്കുള്ളിലൂടെ അങ്ങനെ തന്നെ പറയണം. അനിത്യൈഹി ദ്രവ്യൈഹി പ്രാപ്തവാൻ അസ്മി നിത്യം എന്ന് പറയുമ്പോൾ അനിത്യദ്രവ്യങ്ങളെ കൊണ്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്ത് ഞാൻ ഈ നിത്യമായ യമപദവിയിലിരിക്കുകയാണ്. ഞാനിപ്പോഴും യമനാ. നീയെങ്കിലും ഇതിൽ കുടുങ്ങണ്ട, നീ അപ്പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുക. ബ്രഹ്മനിഷ്ഠനായിട്ടില്ല, നമ്മളിപ്പോൾ തൂക്കാൻ നിൽക്കണ്ട യമനെ. എന്തൊരു കഷ്ടാണിത്. അതെ, ഇതിലിപ്പോൾ ഇങ്ങനെ യമനെ നിങ്ങൾ വിചാരണ ചെയ്യല്ലോ. വിചാരണ ചെയ്യല്ലോ യമനെ. കാരണം എന്താന്ന് ചോദിച്ചാൽ യമൻ തുറന്നു പറഞ്ഞതാ, അതിനാണ് മാർക്ക്. ഉറപ്പല്ലേ, ക്രമമുക്തി ഉണ്ട്. അതെ, ക്രമമുക്തി യമനുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ക്രമമുക്തി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും. വിദേഹമുക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം?
അതുകൊണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് കഠോപനിഷത്ത് കിട്ടിയില്ലേ? അത് യമൻ്റെ അനുഗ്രഹമല്ലേ? ഇല്ലെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ തുടക്കത്തിൽ ആരെയാ വന്ദിച്ചത്? ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ എന്ന് വന്ദിച്ചില്ലേ? നമ്മളാരെങ്കിലും വന്ദിക്കുമോ ശങ്കരാചാര്യർ? എന്തൊരു കഥയത്! ശങ്കരാചാര്യർ നമസ്കരിച്ച ആളെക്കുറിച്ച് നമ്മൾ തർക്കം ഉന്നയിക്കുക പറഞ്ഞാലോ, എന്തൊരു കഥ! വരുത്തുക, അതന്നെ. ശരി, അത് തന്നെ. അതെ, വിജ്ഞാനിക്ക് ഡ്യൂട്ടി ചെയ്തൂടെ? ജനകൻ മാത്രമല്ല, ഇത് ഡ്യൂട്ടി ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ യമന്റെ പദവി ആരെടുക്കും? ഒരാൾ ആരാച്ചാരുടെ പണി എടുക്കുകയെന്ന് വെച്ചാൽ അവൻ അജ്ഞാനിയാന്ന് അർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറയരുത്. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹത്തിന് വേണ്ടി വിജ്ഞാനി പണിയെടുക്കണം. പണിയെടുക്കാണ്ടിരിക്കുന്ന ആൾ മാത്രമല്ല ബ്രഹ്മനിഷ്ഠൻ. പിന്നെന്താ? വലിയ പ്രശ്നമാണ് ഇതൊക്കെ. ആ പ്രശ്നം നിങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് നടത്തിക്കോളൂ പ്രശ്നങ്ങൾ. ഇപ്പൊ നമുക്ക് നോക്കാം. ജാനാമ്യഹം ശേവതി നിധി കർമ്മഫലലക്ഷണ നിധി ഇവ പ്രാർത്ഥ്യതേ ഇതി. അസൗ അനിത്യം അനിത്യ ഇതി ജാനാമി. നഹി യസ്മാത് അനിത്യൈഃ അധ്രുവൈഃ നിത്യം ധ്രുവം തത് പ്രാപ്യതേ പരമാത്മാഖ്യഃ ശേവധിഃ. യഹ തു അനിത്യസുഖാത്മകഃ ശേവധിഃ സഹ ഏവ അനിത്യൈഃ ദ്രവ്യൈഃ പ്രാപ്യതേ. ഹി യതഃ തതഃ തസ്മാത് മയാ ജാനതാ അപി. ജാനതാ അപി നിത്യം അനിത്യസാധനൈഃ ന പ്രാപ്യതേ ഇതി നാചികേതഃ ചിതഃ അഗ്നിഃ അനിത്യൈഃ ദ്രവ്യൈഃ പശ്വാദിഭിഃ സ്വർഗസുഖസാധനഭൂതഃ അഗ്നിഃ നിർവർത്തിതഃ ഇത്യർത്ഥഃ. തേനാഹം അധികാരാപന്നോ നിത്യം യാമ്യം സ്ഥാനം സ്വർഗാഖ്യം നിത്യം ആപേക്ഷികം പ്രാപ്തവാൻ അസ്മി. ശ്രദ്ധിക്കുക. ജാനാമി അഹം ശേവധിഃ നിധിഃ കർമ്മഫലലക്ഷണഃ നിധിരിവ പ്രാർത്ഥ്യതേ ഇതി. അസൗ അനിത്യം അനിത്യഃ ഇതി ജാനാമി. നഹി അസ്മാത് അനിത്യൈഃ അധ്രുവൈഃ നിത്യം ധ്രുവം തത് പ്രാപ്യതേ പരമാത്മാഖ്യഃ ശേവധിഃ. യഹ തു അനിത്യസുഖാത്മകഃ ശേവധിഃ സ ഏവ അനിത്യൈഃ ദ്രവ്യൈഃ പ്രാപ്യതേ. ഹി യതഃ തതഃ തസ്മാത് മയാ ജാനതാ അപി നിത്യം അനിത്യസാധനൈഃ ന പ്രാപ്യതേ ഇതി നാചികേതഃ ചിതഃ അഗ്നിഃ അനിത്യൈഃ ദ്രവ്യൈഃ പശ്വാദിഭിഃ സ്വർഗസുഖസാധനഭൂതഃ അഗ്നിഃ നിർവർത്തിതഃ ഇത്യർത്ഥഃ. തേന അഹം അധികാരാപന്നഃ നിത്യം യാമ്യം സ്ഥാനം സ്വർഗാഖ്യം നിത്യം ആപേക്ഷികം പ്രാപ്തവാനസ്മി. ജാനാമ്യഹം ശേവധിഃ നിധി. ശേവധി നിധി കർമ്മഫലലക്ഷണം. നിധിരിവ എന്തുകൊണ്ടാണ് കർമ്മഫലത്തെ പറഞ്ഞ നിധിയെ പോലെ പ്രാർത്ഥിക്കപ്പെടുന്നത് കൊണ്ട് കർമ്മഫലം നിധിയാണ്. ഇത് അനിത്യമാണെന്ന് എനിക്കറിയാം. കർമ്മഫലം അനിത്യമാണെന്ന് എനിക്കറിയാം. അസൗ അനിത്യം അനിത്യഃ ഇതി ജാനാമി.
അനിത്യമാണ് കർമ്മഫലമെന്ന് എനിക്കറിയാം. നഹി യസ്മാത് അനിത്യൈഹി അധ്രുവൈഹി നിത്യം ധ്രുവം തത് പ്രാപ്യതേ. അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് നേടില്ല, പരമാത്മാവ് നേടപ്പെടില്ല. പരമാത്മജ്ഞാനം അനിത്യമായതിനെ കൊണ്ട് നേടുന്നില്ല. ശേവതിഹി. അപ്പം പിന്നെ അനിത്യത്തെ കൊണ്ട് എന്താ കിട്ടുക? അനിത്യസുഖാത്മക ശേവതിഹി അനിത്യൈഹി ദ്രവ്യൈഹി പ്രാപ്യതേ. അനിത്യദ്രവ്യങ്ങളെ കൊണ്ട് അനിത്യമായ സുഖമാണ് കിട്ടുക, ശേവതിയാണ് കിട്ടുക. ഇപ്പൊ സ്വർഗം കിട്ടുന്നു കർമ്മം കൊണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗം അനിത്യമാണ്. ദേവലോകം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് അനിത്യമാണ്. നിത്യമായതൊരിക്കലും അനിത്യമായതിനെ കൊണ്ട് കിട്ടില്ല. നിത്യമായത് അനിത്യമായതിനെ കൊണ്ട് കിട്ടേണ്ടതല്ല. ഇതെനിക്കറിയാം. ഹി യതഃ തതഃ തസ്മാത്. ഇങ്ങനെ അറിയുന്നവനായ എന്നാൽ എന്തുണ്ടായി? ജാനതാ അപി മയാ. അറിയുന്നവനാണെങ്കിൽ പോലും ഇതൊക്കെ അറിയാം, എന്നാലും എന്തുണ്ടായി? നിത്യം അനിത്യസാധനൈഹി ന പ്രാപ്യതേ ഇതി. അനിത്യസാധനങ്ങളെ കൊണ്ട് നിത്യത്തെ പ്രാപിക്കാൻ കഴിയില്ല എന്നറിയുന്നവനായ എന്നാൽ നാചികേത അഗ്നിഹി ചിത. അഗ്നിക്രിയ ചെയ്യപ്പെട്ടു. അഗ്നിക്രിയ ചെയ്യപ്പെട്ടിട്ടോ അനിത്യൈഹി ദ്രവ്യൈഹി. അനിത്യങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ട് പശുവാദി പദാർത്ഥൈഹി. പല പശുക്കളെയൊക്കെ യാഗത്തിൽ ശരിയാക്കി. അങ്ങനെ നാചികേത അഗ്നിയിൽ യാഗം ചെയ്ത് ഹോമിച്ച് സ്വർഗസുഖസാധനഭൂതമായ അഗ്നി എന്നാൽ ചെയ്യപ്പെട്ടു. തേന അതിനെക്കൊണ്ട് എന്തുണ്ടായി? അഹം അധികാരാപന്ന. എനിക്ക് അധികാരം കിട്ടി. നിത്യം യാമ്യം സ്ഥാനം പ്രാപ്തവാനസ്മി. ഞാൻ നിത്യമായ യമപദവിയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ യമപദവി നിത്യാണോ? അല്ല. ഒരു കൽപ്പകാലത്തിൽ തന്നെ 14 യമന്മാർ മാറും. അപ്പം 1000 ദിവ്യവർഷം ഒരു കൽപ്പം എന്നെടുത്താൽ ആ കാലഘട്ടത്തിൽ 14 യമന്മാർ മാറും. അത്രേ യമനായുസുള്ളൂ. യമൻ്റെ സ്ഥാനത്ത് അത്ര കാലത്തേക്കേ ഇരിക്കുള്ളൂ. എന്നാലും അതിനെ മനുഷ്യൻ്റെ ദൃഷ്ടി പറയുകയാണത് നിത്യമാണ്. നിത്യമായ യമപദവിയിൽ ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. നിത്യം യാമ്യം സ്വർഗാഖ്യം. അപ്പോൾ ഭാഷ്യകാരൻ പറയുകയാണ് ആപേക്ഷികം. ഈ നിത്യം എന്താണത്? ആപേക്ഷികം. ആപേക്ഷികമായ നിത്യപദത്തിൽ ഞാൻ ഇരിക്കാണ്ടോ യമപദവിയിലാം. അതുകൊണ്ട് വിജ്ഞാനിയാണ് അല്ല എന്ന് ഇവിടെ ഉള്ളവർ തർക്കിക്കരുത്. കാരണം വിജ്ഞാനിയായാലും ലോകസംഗ്രഹാർത്ഥം വിവിധങ്ങളായ പ്രവൃത്തികൾ ചെയ്യാം. ഒന്ന്. രണ്ട് പ്രധാനപ്പെട്ടൊരു വിഷയം പറയുകയാണ്, വളരെ ശ്രദ്ധിച്ചോളൂ. ജ്ഞാനം വിജ്ഞാനത്തിൻ്റെ ഫലം മോക്ഷമാണ് എങ്കിൽ പോലും ആ ജ്ഞാനപൂർവകാലത്തിൽ ജ്ഞാനത്തിൻ്റെ ഫലം മോക്ഷമാണ് എങ്കിൽ പോലും ജ്ഞാനപൂർവകാലത്തിൽ ചെയ്ത ധർമ്മം, ഉപാസന, വൈരാഗ്യം, തപസ്, ഇതിന് ഫലമുണ്ട്. അതിന് ഫലമുണ്ട്. ഇപ്പോൾ ജ്ഞാനപൂർവകാലത്തിൽ ചെയ്ത ധർമ്മത്തിൻ്റെ ഫലമായിട്ട് വലിയ ധർമ്മമായിട്ട് ധാർമ്മികമായ ജീവിതം നയിച്ചു വെച്ചാൽ അയാൾക്ക് ജ്ഞാനാനന്തര കാലത്തിൽ ധർമ്മത്തിൻ്റെതായ ഫലം കിട്ടും. അതിന് തടയാൻ വേറൊരാൾക്ക് കഴിയില്ല. തീരുന്നില്ല എന്നല്ല, അയാൾക്ക് എല്ലാ സുഖങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. അതിന് വേറൊരാൾ അസൂയപ്പെട്ട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് ജ്ഞാനഫലമല്ല. അത് 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 മോക്ഷഫലം. ജ്ഞാനഫലം മോക്ഷഫലമാണ്. ഇത് ജ്ഞാനഫലമല്ല, ധർമ്മഫലമാണ്. ധർമ്മേണ സുഖം. അയാൾക്ക് സുഖ സാഹചര്യം വരും. പ്രാരബ്ധം ഇപ്പോൾ ദേഹമുള്ള പ്രാരബ്ധമല്ലേ? എല്ലാവർക്കും പ്രാരബ്ധമല്ലേ? ദേഹമുണ്ടോ? പ്രാരബ്ധമുണ്ട്. ദേഹം ഉണ്ടെങ്കിൽ പ്രാരബ്ധമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ പ്രാരബ്ധത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് വിഷയം.
ഏ അല്ല, ഇപ്പോഴത്തെ അല്ല പറയണത്. ഇപ്പോൾ യമൻ ജ്ഞാനിയാണ്, ഇപ്പോഴത്തെ അല്ല പറയണത്. അതുകൊണ്ട് യമൻ വിജ്ഞാനിയല്ല എന്നൊന്നും പറഞ്ഞേക്കരുത് എന്നാ പറഞ്ഞത്. ആണല്ലോ, യമപദവി എല്ലാ പദവിയും അങ്ങനെ തന്നെയല്ലേ, കർമ്മത്തിൻ്റെ ഫലമല്ലേ. ആ അതുകൊണ്ട് അത് കേമം തന്നെയാണ്. അതിനിയുള്ളത്, ഇനി ഉണ്ടാക്കുന്നത്, അതിനെപ്പറ്റി അല്ല ഇപ്പം ചർച്ച. ഇപ്പം ചർച്ച യമൻ എന്നുള്ള ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് യമൻ വിജ്ഞാനി അല്ല എന്നാണ് ചിലരുടെ അഭിപ്രായം. അത് പാടില്ല. ഡ്യൂട്ടി കുശലതയോടുകൂടി ചെയ്യാൻ കഴിയണം. ഏത് ഡ്യൂട്ടി വന്നാലും അത് ഇറച്ചി വെട്ടുകാരനായിട്ടാണെങ്കിൽ ഇറച്ചി വെട്ടാൻ കഴിയണം. ഏത് ഡ്യൂട്ടിയാണോ അത് ചെയ്യാൻ കഴിയണം. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അവിടെ തന്നെ അതാണ് പറഞ്ഞത്, അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് കിട്ടില്ല എന്നുള്ള സത്യം പറഞ്ഞ ശേഷം യമൻ പറഞ്ഞു, അനിത്യമായതിനെ കൊണ്ട് ഞാൻ ആപേക്ഷികമായ നിത്യപദവിയെ പ്രാപിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതാണ് തുറന്ന പറച്ചിലാണെന്ന് നേരത്തെ പറഞ്ഞത്. നോക്കൂ, കാമസ്യാപ്തിം ജഗതപ്രതിഷ്ഠാം ക്രതോരനന്ത്യമഭയസ്യ പാരം സ്തോമമഹദുരുഗായം പ്രതിഷ്ഠാം ദൃഷ്ട്വാ ധൃത്യാ ധീരോ നചികേതോത്യസ്രാക്ഷീ. കാമസ്യാപ്തിം ജഗതപ്രതിഷ്ഠാം ക്രതോരനന്ത്യമഭയസ്യ പാരം സ്തോമമഹദുരുഗായം പ്രതിഷ്ഠാം ദൃഷ്ട്വാ ധൃത്യാ ധീരോ നചികേതോത്യസ്രാക്ഷീ. കാമസ്യാപ്തി, കാമത്തിൻ്റെ പരിസമാപ്തിയെ, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാമത്തിൻ്റെ പരമാവധി. അപ്പം എന്താണെന്ന് ആപേക്ഷികമായിരിക്കും, ഓരോരുത്തർക്കും ഓരോ മാതിരിയായിരിക്കും ഇല്ലേ. അത് ആപേക്ഷികമാണ്. മാനുഷികമായി ചിന്തിക്കാൻ കഴിയുന്ന കാമത്തിൻ്റെ പരമാവധിയാണ് നചികേതസിന് ഓഫർ ചെയ്തത്. പരമാവധി. അതിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. പറ്റുമോ? അത് തന്നെ ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ കാമത്തിൻ്റെ പരമാവധി സമാപ്തിയെ ജഗതഃ പ്രതിഷ്ഠാം, ഈ ജഗത്തിലുള്ള പൂർണ്ണമായ അധികാരത്തെ, പ്രതിഷ്ഠയെ, ക്രതോഹോ അനന്ത്യം, ക്രതുവിൻ്റെ യാഗത്തിൻ്റെ അനന്തഫലത്തെ, ദേവലോകപ്രാപ്തി തുടങ്ങിയവയെ, അഭയസ്യ പാരം, അഭയത്തിൻ്റെ പരമാവധിയെ, നിനക്ക് എത്ര കാലം ജീവിക്കണം അത്ര കാലം ആയുസ് തരാം എന്നൊക്കെ പറഞ്ഞില്ലേ. അഭയത്തിൻ്റെ പരമാവധിയെ, സ്തോമം, സ്തുതിക്കപ്പെടേണ്ടതിനെ, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന, മറ്റുള്ളവരാൽ കീർത്തിക്കപ്പെടുന്നതിന്, മഹദുരുഗായം, അങ്ങേയറ്റത്തെ മഹത്വപൂർണമായ വിസ്തീർണമായതിന്, മഹദുരുഗായം, മഹത്ത് ഉരുഗായം, മഹത്തായ ഉരുഗായം, ഉരുഗായം വിസ്തീർണം, വിസ്തീർണമായതിന്, അങ്ങനെയുള്ള പ്രതിഷ്ഠയെ, ഇങ്ങനെയെല്ലാമുള്ള പ്രതിഷ്ഠയെ, എങ്ങനെയെല്ലാമുള്ള കാമസ്യാപ്തിം പ്രതിഷ്ഠാം ജഗതഃ പ്രതിഷ്ഠാം ക്രതോഹോ അനന്ത്യം പ്രതിഷ്ഠാം അഭയസ്യ പാരം പ്രതിഷ്ഠാം സ്തോമം മഹത് ഉരുഗായം, ഇങ്ങനെയുള്ളതിനെ മുഴുവൻ കണ്ടിട്ടും
ഇത് മുഴുവൻ തരാമെന്ന് ഞാൻ പറഞ്ഞ് നിന്റെ മുമ്പിൽ കാണിച്ചു തന്നിട്ടും ദൃഷ്ട്വ ധൃത്യ, ധൈര്യം കൊണ്ട്, ധാരണാശക്തി കൊണ്ട്, ധീരഹ നചികേത, ധീരനായ നചികേതസ് അത്യസ്രാക്ഷീഹി, അതിക്രമിച്ചു കളഞ്ഞു, അതിസർജനം ചെയ്തു, അതിനെ മുഴുവൻ നിസ്സാരമായിട്ട് ഉപേക്ഷിച്ചു കളഞ്ഞു. ഇതാണ് ഒരു വേദാന്ത സാധകന് വേണ്ട ഗുണം പറഞ്ഞത്. ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊക്കെ വീഴും. കാമസ്യ ആപ്തിയൊന്നും പറയണ്ട, ചെറിയൊരു കാമം തരാമെന്ന് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ നമ്മൾ വേദാന്തം വേണ്ടാന്ന് വയ്ക്കും. അല്ലേ? ഈ പറഞ്ഞ ഏതെങ്കിലും നമുക്ക് ജഗതഃ പ്രതിഷ്ഠയൊന്നും വേണ്ട, ജഗത്തിൻ്റെ മുഴുവൻ പ്രതിഷ്ഠ വേണ്ട. നമുക്കൊരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ആധിപത്യം, ഉടമസ്ഥത തരാമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വേദാന്തം വേണ്ടാന്ന്. ഇല്ലേ? എന്താ അഭിപ്രായം? അതെ, ഇങ്ങനെ ക്രതോഹ അനന്ത്യം, യാഗത്തിൻ്റെ അനന്തഫലം ഒന്നും വേണ്ട, ചെറിയ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്നാ പിന്നെ വേദാന്തം വേണ്ടാന്ന് വെക്കാം. അതെ, അങ്ങനെയാണ്. ബാക്കി വേറൊന്നിനും പറ്റൂല, എന്നാ പിന്നെ വേദാന്തം പഠിച്ചോണ്ടേതാണ്. വേറൊന്നിനും അഡ്മിഷൻ കിട്ടിയില്ല, എന്നാ പിന്നെ വേദാന്തം പഠിക്കാം എന്നാണ്. അതുകൊണ്ട് ഈ വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഏത് വീട്ടിലായാലും സ്റ്റണ്ട് ഉണ്ടാവുമല്ലോ, ഇല്ല? ഏത് വീട്ടിലടിയില്ലാത്ത? ഏത് വീട്ടിലായാലും അടി ഉണ്ടാവും. പതിയും പത്നിയും തമ്മിൽ എന്തായാലും അടിയുണ്ട്, അടി ഉണ്ടാവണം, അതിൻ്റെ സുഖം. അതെ, എന്തായാലും ഉണ്ടാവും. അങ്ങനെ അടിയിൽ മിക്കവാറും പരാജയപ്പെടുക. പണ്ട് പെണ്ണുങ്ങളെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം പരാജയപ്പെട്ടുകൊണ്ട് വരിക മിക്കവാറും ഈ പതി എന്ന് പറയുന്ന ആളായിരിക്കും പരാജയപ്പെടുക. അങ്ങനെ പരാജയപ്പെടുമ്പോൾ പണ്ട് കാലത്ത് പറയായിരുന്നു അത്ര, നീ വല്ലാതെ കളിക്കണ്ട, ഞാനൊരു കാവി മുക്കി പോവും കേട്ടോ. ഇന്നാരും അങ്ങനെ പറയില്ല, എന്നാ വേഗം പോയിക്കോ എന്ന് പറഞ്ഞ് കാവി തരും. അത് ഇന്നാരും പറയാറില്ല. പക്ഷെ അങ്ങനെ ചൊല്ലുണ്ടായിരുന്നു ഇവിടെ വടക്കൻ കേരളത്തിൽ. അപ്പോൾ താല്പര്യം നിന്നോട് തല്ലുകൂടി ജയിക്കാൻ പോലും എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ കാവ്യം എടുത്ത് സന്യസിച്ചു പോകാമെന്ന്. അപ്പോൾ ഒന്നിനും കൊള്ളാത്തവനുള്ള പരിപാടിയാണ് ഈ സന്യാസവും ആത്മാന്വേഷണവും എന്നൊക്കെയാണ് ചിലർ, ഇവിടെ ഉള്ളവരല്ല പുറമുള്ള ചിലരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ നചികേതസ് ഇതൊക്കെ കണ്ടിട്ടും, നചികേതസ് സന്യസിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കണ്ട. പക്ഷെ ആത്മജ്ഞാനം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ആണു വ്യതിചലിച്ചില്ല. അതാണ്. നോക്കൂ, ത്വം തു കാമസ്യാപ്തിം സമാപ്തിം അത്രേവ ഇഹൈവ സർവേ കാമാഃ പരിസമാപ്താഃ ജഗതഃ സാധ്യ ആത്മാധിഭൂത അതിദൈവാദേഹ പ്രതിഷ്ഠാം ആശ്രയം സർവാത്മകത്വാത് ക്രതോഹോ ഫലം ഹൈരണ്യഗർഭം പദം ആനന്ദ്യം അഭയസ്യ ച പരാം നിഷ്ഠാം സ്തോമം സ്തുത്യം മഹത് അണിമാദ്യ ഐശ്വര്യാദ്യ അനേക ഗുണസംഹതം സ്തോമം ച തന്മഹച്ച നിരതിശയത്വാത് സ്തോമമഹത് ഉരുഗായം വിസ്തീർണാം ഗതിം പ്രതിഷ്ഠാം സ്ഥിതിം ആത്മനഃ അനുത്തമാം അപി ദൃഷ്ട്വാ ധൃത്യ ധൈര്യേണ ധീരഃ ധീമാൻ സൻ നചികേതഃ അത്യസ്രാക്ഷീഃ പരമേവ ആകാംക്ഷൻ അതിസൃഷ്ടവാൻ അസി സർവം ഏതത്
സംസാരഭോഗജാതം അഹോ ബത അനുത്തമഗുണോസി. ത്വം തു കാമസ്യാപ്തിം സമാപ്തിം അത്രൈവ ഇഹൈവ സർവേ കാമാഃ പരിസമാപ്താഃ ജഗതഃ സാധ്യാത്മാധിഭൂതാദിദൈവാദേഹേ പ്രതിഷ്ഠാം ആശ്രയം സർവാത്മകത്വാത് ക്രതോഃ ഫലം ഹൈരണ്യഗർഭം പദം അനന്ത്യം ആനന്ദ്യം അഭയസ്യ ച പാരം പരാം നിഷ്ഠാം സ്തോമം സ്തുത്യം മഹത് അണിമാദ്യൈശ്വര്യാദ്യനേക ഗുണസംഹതം സ്തോമം ച തന്മഹച്ച നിരതിശയത്വാത് സ്തോമമഹത് ഉരുഗായം വിസ്തീർണാം ഗതിം പ്രതിഷ്ഠാം സ്ഥിതിം ആത്മനഃ അനുത്തമാമപി ദൃഷ്ട്വാ ധൃത്യാ ധൈര്യേണ ധീരഃ ധീമാൻ സൻ നചികേതഃ അത്യസ്രാക്ഷീഃ പരമേവ ആകാംക്ഷൻ അതിസൃഷ്ടവാനസി സർവമേതത് സംസാരഭോഗജാതം അഹോ ബത അനുത്തമഗുണോസി. നീ കാമത്തിൻ്റെ പരമാവധിയെ, സമാപ്തിയെ ഇവിടെ തന്നെ, ഞാൻ വേറെ സ്ഥലത്തൊന്നും അല്ല പറഞ്ഞത്, ഇവിടെ തന്നെ നിനക്ക് കാമത്തിൻ്റെ പരമാവധി തരാമെന്ന് പറഞ്ഞു. അത് മുഴുവൻ മുന്നിൽ കണ്ടു. സർവേ കാമാഹ പരിസമാപ്ത അത്രൈവ, എല്ലാ കാമങ്ങളും പരിസമാപിച്ചു. ഇനിയൊന്നും പറയാനില്ല. അതാണ്, ഇനിയൊന്നും പറയാനില്ല. ജഗതഃ സാധ്യാത്മാദിദൈവ അതിഭൂതാദി ദൈവാദേഹേ. അധ്യാത്മ, അതിഭൂത, അതിദൈവ ഭാവങ്ങളോടുകൂടിയ മുഴുവൻ ജഗത്തിൻ്റെയും ആശ്രയം നിനക്ക് തരാമെന്ന് പറഞ്ഞു. സർവാത്മകം ആയിരിക്കുന്നതിനെ തരാമെന്ന് പറഞ്ഞു. ക്രതോഹോ ഫലം ഹൈരണ്യഗർഭം, ഹിരണ്യഗർഭ പദവി, ഈ മൊത്തം സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മഭാവത്തെ പ്രാപിക്കാനുള്ള അനുഗ്രഹം തരാമെന്ന് പറഞ്ഞു. അനന്ത്യം, അനന്ത്യമാണ്, അന്തമില്ലാത്തത്. അഭയസ്യ പാരം, അഭയത്തിൻ്റെ പരമാവധി തരാമെന്ന് പറഞ്ഞു. പരാം നിഷ്ഠാം. സ്തോമം, സ്തുതിക്കപ്പെടേണ്ടുന്ന, വന്ദിക്കപ്പെടേണ്ട, മറ്റുള്ളവരാൽ വന്ദിക്കപ്പെടുന്നതാണ് സ്തോമം, സ്തുതിക്കപ്പെടുന്ന. മഹത്, മഹത്തായ സ്തോമം എന്ന് പറയാം. ഇവിടെ ഭാഷ്യകാരൻ മഹത്തിന് വേറെ അർത്ഥം കൊടുത്തിരിക്കുക. മഹത് അണിമാദ്യ ഐശ്വര്യാദ്യ അനേക ഗുണസംഹതം. അണിമാതി ഐശ്വര്യങ്ങളോട് കൂടിയത് മഹത്ത് എന്നർത്ഥം കൊടുത്തിരിക്കുക. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം എന്ന് അഷ്ട ഐശ്വര്യ സിദ്ധികൾ തികഞ്ഞതാണ് മഹത്ത്. ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. ഉരുകായം പ്രതിഷ്ഠാം, വിസ്തീർണമായ ഗതിയെ, പ്രതിഷ്ഠയെ, സ്ഥിതിയെ, അതിവിസ്തീർണമായ ഗതിയെയും സ്ഥിതിയെയും ഒക്കെ തരാമെന്ന് പറഞ്ഞു. അനുത്തമാം, അതിനേക്കാൾ ഉത്തമമായി മറ്റൊന്നില്ലാത്ത ഇതിനെ മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടും ധൃത്യാ, ധൈര്യേണ, ധീരഃ, ധീമാൻസൻ, ബുദ്ധിമാനായ നീ എന്തായി? അത്യസ്രാക്ഷീഹി, ഇതിനപ്പുറത്തുള്ളത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതിനൊക്കെ വേണ്ടാന്ന് വെച്ചു. ഞാൻ സന്യസിക്കാൻ പോവാണ്, അതുകൊണ്ട് എൻ്റെ സ്വത്ത് നേർ പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് 2 പേർക്കും തരാമെന്നാണ് ഞാൻ വിചാരിക്കണത്. വലിയ സ്വത്തുണ്ട് യാജ്ഞവൽക്യന്. യാജ്ഞവൽക്യനുള്ളതുപോലെ സ്വത്ത് വേറെ ആർക്കുണ്ടാവുക? അത്ര അധികം സ്വത്തുണ്ട്. അപ്പം മൈത്രേയി ചോദിച്ചു, ഇതുകൊണ്ട് അമൃതത്വം കിട്ടുമോ? അതില്ല. എന്നാൽ പിന്നെ എനിക്ക് അത് മതി, ഇത് വേണ്ട, ഇത് മുഴുവൻ കാത്യായനി എടുത്തോട്ടെ, സ്വത്ത് മുഴുവൻ കാത്യായനിക്ക് കൊടുത്തോളൂ, എനിക്കൊരു സെൻറ്റ് ഭൂമിയും വേണ്ട.
എനിക്ക് അമൃതത്വം മതി. അറിയാഞ്ഞിട്ടൊന്നല്ലത്, അറിഞ്ഞിട്ട് ഇനി എത്രയൊക്കെ ഉണ്ട് എന്നറിയാം, എന്നാലും അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അമൃതത്വം മതി എന്ന് ഉറപ്പിച്ചു. അതാണ് അത്യസ്രാക്ഷി പരമേവ ആകാംക്ഷൻ അതിസൃഷ്ടവാനാസി സർവമേധ സംസാര ഭോഗജാതം. ഈ സംസാര ഭോഗജാതം മുഴുവൻ നീ അതിക്രമിച്ചു. അഹോബത, ആയ് എന്താ നീ ആരാ? അനുത്തമ ഗുണോസി, അനുത്തമ ഗുണവാനാണ് നീ. നിന്നെപ്പോലെ ഗുണവാൻ വേറെ ലോകത്താരും ഇല്ല. ഇത്രയും പറഞ്ഞിട്ട് ആണ് ഉപദേശിക്കണത്. എന്താ ഉപദേശം? സർവവേദസാരം എന്ന് പറയാവുന്ന ഉപദേശമാണ് കൊടുക്കുന്നത്. സർവവേദസാരം എന്ന് പറയാവുന്ന ഉപദേശമാണ് 2 മന്ത്രങ്ങളിൽ കൊടുക്കുന്നത്. അത് നമുക്ക് നാളെ പഠിക്കാം. സർവവേദസാരം എന്ന് പറയണം ഇനിയുള്ള ഉപദേശത്തെ. ശരി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം